വിരൽ മുറിച്ച വിദ്യ. ഇപ്പോ മൂപ്പന്മാരാണല്ലോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കടോൽക്കജന്റെ വാക്കുകൾ ഏകലവ്യ മൂപ്പൻ അംഗീകരിച്ചു. അതേടാ, ഇന്നും ആ പ്രതിമ മലഞ്ചെരുവിലെ വിശ്രമ വനത്തിലുണ്ട്. ഒരു കൈകൊണ്ട് താടിയൊഴിഞ്ഞ് വലത് കൈവിരൽ ചൂണ്ടി ആരെയോ ഉപദേശിക്കുന്ന ഗുരു. അസ്ത്രവിദ്യയോ യുദ്ധതന്ത്രങ്ങളോ ആയിരിക്കാം. ആ പ്രതിമ തനിയെ ഉണ്ടായതാവാം, ദ്രോണാചാര്യ പ്രതിമയായി പുനർജനിച്ചതുമാവാം. അസ്ത്രവിദ്യ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെക്കാൾ പഠിച്ചവരുണ്ടാവില്ല അല്ലേ? കുട്ടൻ ചോദിച്ചു. അതെനിക്ക് പറയാനാവില്ല. അദ്ദേഹത്തിന്റെ ഒരു ചൊല്ലുണ്ട്, അമ്പ് എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100. ഏറ്റവും മികച്ച വില്ലാളിക്ക് അങ്ങനെ ചെയ്യാനാവൂ. കുട്ടൻ മിഴിച്ചിരുന്നു. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10. അങ്ങനെ ഉണ്ടാവുമോ? അവൻ ചോദിച്ചു. അത് നല്ല വില്ലാളിയെ കണ്ടുപഠിക്കണം, കണ്ട് അറിയണം. കണ്ണഞ്ചിക്കും വിധം തുരുതുര അസ്ത്രമെയ്യുന്നത് കാണുന്നവർക്ക് 1000-ആയും 10,000-ആയുമൊക്കെ തോന്നണം. ഏകലവ്യൻ കൈ ഉയർത്തി തള്ളവിരലിന്റെ മുഴയിൽ തടവി. ഇതില്ലെങ്കിലും ഒരുവിധമൊക്കെ ഞാൻ കാണിച്ചു തരാടാ. അസ്ത്രമേറ്റു പോയതാണല്ലേ? വിരൽ മുറിഞ്ഞ കാര്യം ഇതുവരെ മൂപ്പൻ പറഞ്ഞില്ല. എങ്ങനെ ചോദിക്കുമെന്ന് ആശങ്കപ്പെട്ട് കഴിയുകയായിരുന്നു. ഇനി നിനക്ക് അതറിയാഞ്ഞിട്ട് വേണ്ട. ഏകലവ്യൻ പറഞ്ഞു തുടങ്ങി. പതിവ് പോലെ ഞാൻ ഗുരുവിനെ ധ്യാനിച്ച് അമ്പെയ്ത്തിലെ പിഴവുകൾ തീർത്തു വരികയായിരുന്നു. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10 എന്ന് തോന്നിക്കാൻ തുരുതുര അമ്പയ്യണം. മുതുകത്ത് തൂക്കിയ മുളക്കഷ്ണത്തിന്റെ തൂണീരത്തിൽ കൂർത്ത മുളയമ്പുകൾ നിറച്ച് കരുതിയിട്ടുണ്ടായിരുന്നു. 10 എണ്ണം ഒന്നിച്ച് എയ്യാൻ പറ്റും. അകലെ നിന്ന് ഒരു പെൺമാനിന്റെ കരച്ചിൽ കേട്ടു. അങ്ങോട്ട് ശ്രദ്ധിച്ച് കുതിച്ചു പായുന്ന മാനിനെ കണ്ടു. ഒരു വേട്ടനായ ഒപ്പം ഓടുന്നു. മാനിന്റെ ഒപ്പം എത്താറായി. ഞാൻ മാനിന്റെ അടുത്തേക്ക് ഓടി. നായ എന്നെ കണ്ട് പിന്തിരിഞ്ഞു. എന്റെ നേർക്ക് വാ പൊളിച്ച് ചാടാൻ തുടങ്ങിയ നിമിഷം കൈ തൂണീരത്തിലെത്തി ഒരമ്പെടുത്ത് നായയ്ക്ക് നേരെ തൊടുത്തു. അതിന് പിറകെ ഒന്നൊന്നായി ഒന്നിച്ചു കൊള്ളും വിധം 10 എണ്ണം ചെയ്തു. നായയുടെ വായിൽ 10 അമ്പുകൾ ഒന്നിച്ച് തറച്ചപ്പോൾ അത് എന്ത് ചെയ്യണമെന്നറിയാതെ ഉച്ചത്തിൽ ഓളിയിട്ട് കരഞ്ഞു. തൊള്ളയിൽ നിറയെ അമ്പുമായി പിന്തിരിഞ്ഞോടി. ചെയ്തതൽപ്പം കടന്ന കൈയായി പോയെന്ന് തോന്നി. ഒരു ജീവിയെ രക്ഷിക്കാനാണല്ലോ എന്ന് സമാധാനിച്ചു. പച്ചില കൊണ്ടുണ്ടാക്കിയ ഗുരുപ്രതിമയ്ക്ക് മുമ്പിൽ കൈകൂപ്പി നിന്നു. അദ്ദേഹം എന്തോ പറയുന്ന പോലെ തോന്നി. ഗുരുവിന് മുമ്പിൽ നമസ്കരിച്ചു. ചെയ്തത് തെറ്റായിപ്പോയി, ക്ഷമിക്കണേ, അനുഗ്രഹിക്കണേ. ഞാൻ പ്രാർത്ഥിച്ചു. ഏറെ നേരം അങ്ങനെ കിടന്നുവെന്നോർമ്മയില്ല. ആരോ തലയിൽ തട്ടി വിളിക്കുന്ന പോലെ തോന്നി. ഞാൻ പതുക്കെ തല ചെരിച്ച് നോക്കി. അടുത്ത് നായയുടെ മൂളൽ. അവൻ ഭയപ്പെട്ട് അടുക്കാൻ മടിക്കുന്നു. നായയ്ക്ക് പിന്നിലായി 4 പേർ. അവരെ പരിചയമുണ്ട്. ഗുരുവിന്റെ കളരിയിലുള്ളവർ. ഒരാൾ കുറവുണ്ട്, തടിമാടൻ. മുന്നോട്ട് വന്ന് ചോദിച്ചു, എടാ, നീയാണ് ഈ നായയുടെ വായിൽ അമ്പു കയറ്റിയത് അല്ലേ? ഞാൻ തൊഴുകയുമായി നിന്നു. തടിച്ച യുവാവ് ദേഷ്യപ്പെട്ടു നിൽക്കുന്നു. ഞാൻ വിനയത്തോടെ പറഞ്ഞു, നായ ആരുടെയെന്നറിയാതെ ചെയ്തു പോയതാണേ. ഒരു മാനിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നായയെ വിരട്ടിയത്. എന്റെ നേരെ കുരച്ചു ചാടിയപ്പോൾ ഒരു ചെറിയ വിദ്യ പ്രയോഗിച്ചു. ഒറ്റയെഴുത്തിന് ഇത്രയും അമ്പുകൾ നായയുടെ വായിൽ നിറച്ച ഇവൻ വില്ലാളി തന്നെയാണ്. 4 പേരിൽ ഒരാൾ പറഞ്ഞു, അന്ന് കളരിയിൽ വന്നു പോയവനാണിവൻ. എന്നിട്ടും അസ്ത്രവിദ്യ എങ്ങനെ പഠിച്ചടാ? ഗുരുനാഥന്റെ അടുത്ത് നിന്ന് തന്നെ. അന്നെന്റെ കൂട്ടത്തിൽ എടുത്തില്ലെങ്കിലും ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞ് ഗുരുപ്രതിമയ്ക്ക് നേരെ കൈകൂപ്പി. അവർ വിഗ്രഹത്തിന് നേരെ നോക്കി. വെറും പച്ചിലകൾ കൊണ്ടുണ്ടാക്കിയ ദ്രോണാചാര്യരുടെ പ്രതിമ. ഒരു കൈകൊണ്ട് താടിയൊഴിയുകയും മറുകൈകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ആചാര്യന്റെ രൂപം. നോക്കി നിൽക്കെ അത് തെളിഞ്ഞു തെളിഞ്ഞ് ജീവസുറ്റതായി മാറുന്നത് അവർക്ക് ഒരനുഭവമായിരുന്നു. അവരുടെ കൈകളും കൂമ്പുന്നത് ഞാൻ കണ്ടു. എന്റെ മനസ്സിലെ ഗുരു സത്യമാണെന്നവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. സുമുഖനായ ചെറുപ്പക്കാരൻ എന്റെ തോളത്ത് തട്ടി. ഇടത് കൈയിൽ വില്ലുണ്ട്. അയാൾക്ക് ഒരു പ്രത്യേക തേജസ്സുള്ള പോലെ തോന്നി. ശാന്തനായി അയാൾ പറഞ്ഞു, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നീ ഞങ്ങളോടൊപ്പം വാ, നമുക്ക് ഗുരുവിനെ കാണാം.
ഞാൻ മടിച്ചു നിന്നു. വിനയപൂർവ്വം അവരോട് പറഞ്ഞു, ഗുരുവിന്റെ മുന്നിൽ കാണിക്കാൻ തക്കതായി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ അബദ്ധങ്ങൾ ചെയ്യുന്നു. കണ്ടാൽ ഗുരുവിനെന്താ തോന്നുകയെന്നറിയില്ലല്ലോ. അതുകൊണ്ട് ദയവായി എന്നെ വിടൂ, ഞാനില്ല. ഗുരു നിന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുക. തനിയെ പഠിച്ചതല്ലേ, അദ്ദേഹത്തിന് സന്തോഷമാണ് ഉണ്ടാവുക. എന്റെ തോളിൽ നിന്ന് കൈയെടുത്ത് അയാൾ പറഞ്ഞു. വരുന്നില്ലെങ്കിൽ ഒരു വിരലോണ്ട് തോണ്ടിയെടുത്ത് ഞാൻ ഗുരുവിന്റെ മുന്നിൽ എത്തിക്കും. തടിയൻ ശബ്ദമുയർത്തി പറഞ്ഞു. ഞാൻ ഇടങ്കാൽ പിന്നിലാക്കി അമർത്തി ചവിട്ടി നിന്നു. അയാൾ മുന്നോട്ട് വന്നാൽ മലക്കം മറിഞ്ഞ് ഒരു മരക്കൊമ്പിൽ കയറി പിടിക്കണമെന്നായിരുന്നു ഉന്നം. പിന്നെ മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടി ചാടി ഒരു യാത്ര. അയാൾ അനങ്ങും മുമ്പ് പിന്നിൽ നിന്നൊരാൾ നടന്നടുക്കുന്നു. അദ്ദേഹം വിളിച്ചു പറയുന്നു, ഭീമസേന, അരുത്. അവൻ നമ്മുടെ ജാതിക്കാരനല്ലെങ്കിലും നമ്മുടെ ഗുരുവിന്റെ ശിഷ്യനാണ്. ഗുരുവിനെ ധ്യാനിക്കുന്നവനാണ്. വില്ലാളിയാണ്. നമുക്കവനെ ഗുരുവിന്റെ സമീപത്തേക്ക് കൊണ്ടുപോവാം. വാടോ വേടക്കിടാത്ത, ധർമ്മപുത്രർ വിളിച്ചു. അവരെന്റെ ചുറ്റുമായി നടന്നു. കളരിയിലെത്തി. എന്റെ മനസ്സിലെ രൂപം തന്നെ. ഒരു മരപീഠത്തിൽ ഇടതു കൈകൊണ്ട് താടിയൊഴിഞ്ഞിരിക്കുന്ന ദ്രോണാചാര്യർ. അദ്ദേഹം എന്നെ നോക്കി. ആ കണ്ണുകളിലെ കൂർമ്മത എന്റെ മനസ്സിൽ തറച്ചു. ഒന്നും ആലോചിക്കാതെ ആ കാൽക്കൽ വീണു. അദ്ദേഹം ഒന്ന് പിൻവാങ്ങി കൈ ഉയർത്തി അനുഗ്രഹിച്ചു. എഴുന്നേൽക്ക്. ഞാൻ പതുക്കെ എഴുന്നേറ്റു. കൈകൂപ്പി നിന്നു. അദ്ദേഹം ചോദിച്ചു, ധനുർവിദ്യ വശമാക്കിയിട്ടുണ്ടല്ലേ? പഠിക്കണമെന്നുണ്ട്. അന്ന് മനസ്സിലായി. നിങ്ങളുടെ കുലത്തൊഴിലിൽ അസ്ത്രവിദ്യ ഉൾപ്പെടുമല്ലോ. നീർക്കോലിക്കുട്ടിയെ നീന്തൽ പഠിപ്പിക്കേണ്ടതുണ്ടോ? ഞാൻ വിക്കി വിക്കി പറഞ്ഞു. അവിടത്തെ മനസ്സിൽ വിചാരിച്ച് ഒരൂട്ടമൊക്കെ പയറ്റി. അകലെ നിന്ന് നോക്കിക്കണ്ടതും ഉണ്ട്. അപ്പോൾ നീ ശിഷ്യൻ തന്നെ, വില്ലാളി തന്നെ. ആകട്ടെ, നീ നരമേധം നടത്തിയിട്ടുണ്ടോ? ഞാൻ വാ പൊളിച്ചു നിന്നു. നീ മനുഷ്യരെ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? കാട്ടുജാതിക്കാരെയോ നാട്ടുജാതിക്കാരെയോ ആരെയെങ്കിലും? ഇല്ല. അദ്ദേഹം മൂളി. തുടർന്ന് ചോദ്യം. ശുനകന്റെ വായിൽ എത്ര അമ്പ് തറഞ്ഞിരുന്നു? 10. കേട്ടു നിന്നവരാണ് പറഞ്ഞത്. അവർ 100 പറയുമെന്നാണ് കരുതിയത്. 100 തോന്നിക്കും അല്ലേ? അദ്ദേഹം ചോദിക്കുന്നു. ആരുമൊന്നും പറയുന്നില്ല. ആചാര്യൻ തുടർന്നു. നീ മിടുക്കനാണ്. എനിക്ക് പാണ്ഡവരും കൗരവരും അല്ലാത്ത ഒരു ശിഷ്യൻ കൂടിയുണ്ടെന്ന് മനസ്സിലാവട്ടെ എല്ലാവർക്കും. ഞാൻ പരിഭ്രമിച്ചു. എന്ത് ദക്ഷിണയാണ് തരേണ്ടത്? ഒരു മുളങ്കുറ്റി നിറയെ തേൻ തരട്ടെ? ശിഷ്യന്മാർ കൂട്ടത്തോടെ ചിരിച്ചു. ഇതാ നിന്റെ ഏറ്റവും വിലപ്പെട്ട വസ്തു. ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിച്ചു. എന്ത് തരാൻ ഗുരു? ഈ തല തന്നെ അങ്ങയ്ക്കുള്ളതാണ്. അത് പറഞ്ഞ് ഞാൻ ആ കാൽക്കൽ നമസ്കരിച്ചു. ഗുരു അല്പനേരം നിശബ്ദനായിരുന്ന് താടിയൊഴിഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, നീ എഴുന്നേൽക്ക്. ഞാൻ ആവശ്യപ്പെടുന്നത് എന്തായാലും തരാൻ ഒരുക്കമാണ് എന്നല്ലേ പറഞ്ഞത്? ഭീമസേനൻ കയറി പറഞ്ഞു. പിന്നെന്താ, തല വേണേലും എടുത്തുകൊള്ളാൻ സമ്മതമാണല്ലോ ഓന്. എടുക്കട്ടെ? നിൽക്ക്. ഗുരു ശബ്ദമുയർത്തി. തല പോയാൽ പിന്നെ അവനുണ്ടോ? അവൻ ഉണ്ടാവണം. അനുഭവിച്ചറിയാൻ അവൻ ഉണ്ടാവണം. ആട്ടെ, നിന്റെ ഒരു കൈ എനിക്ക് തരൂ. കൈ? ഞാൻ മിഴിച്ചു നിന്നു. ഞാൻ പറയുന്നത് എന്തും അനുസരിക്കാമെന്ന്, ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുമെന്ന്, ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ അവിടെ എത്തുമെന്ന് നീ എനിക്ക് വാക്ക് തരണം. നിന്നിൽ എനിക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന്. ഗുരു, തളർന്ന മനസ്സോടെ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് അടിയൻ വാക്കു തരേണ്ടത്? നിന്റെ ചൂണ്ടുവിരലിലെ രക്തമെടുത്ത് വീതിയുള്ള അസ്ത്രമുനിയിൽ തേച്ച്. അടിയൻ സത്യം ചെയ്യുന്നു. ഞാൻ എന്റെ തൂണീരത്തിൽ അസ്ത്രം തിരിഞ്ഞു. ഇന്ന് എന്റെ മുന്നിൽ വീണ അസ്ത്രം അർജുനൻ എറിഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒട്ടും സംശയിക്കാതെ അമ്പ് കയ്യിലെടുത്തു. അഗ്രം പരന്ന ഉളിയമ്പ്. ഇടത് കൈയിലെ ഒരു വിരൽ തൊടുവിച്ച് ചോരയെടുക്കാമെന്നുദ്ദേശിച്ചു. ഇടത് കൈയിൽ അമ്പ് പിടിക്ക്, വലത് കൈയിലെയാവണം ചോര. ആരാണ് വിളിച്ചു പറഞ്ഞതെന്നറിയില്ല. ഭീമൻ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ അസ്ത്രം മാറ്റിപ്പിടിച്ചു. ഇങ്ങ് താടാ നിന്റെ ഒരു സംശയം. ഓടിവന്ന അയാൾ എന്റെ കയ്യിൽ നിന്ന് അമ്പു വാങ്ങി. കൈനീട്ട്, അയാൾ ഉറക്കെ പറഞ്ഞു.
ഞാൻ 2 കൈയും നീട്ടി. പെട്ടെന്ന് ഛും എന്ന ഒരു ശബ്ദം. എന്റെ വലത് കൈവിരൽ. ഏകലവ്യമാമന്റെ തൊണ്ട ഇടറി. ഞാനും ഭീമനും തിരിഞ്ഞു നോക്കി. അദ്ദേഹം ദേഷ്യത്തോടെ വിളിച്ചു, അർജുന. ചോര ചീറ്റുന്ന കൈയിലെ മുറിപ്പാട് അമർത്തിപ്പിടിച്ചു. നിലത്ത് കിടന്ന് പിടയ്ക്കുന്ന തള്ളവിരൽ 2 വിരലുകൊണ്ടെടുത്ത് ആചാര്യന്റെ മുന്നിലേക്ക് നടന്നു. ഗുരുനാഥൻ പുറപ്പെടുവിക്കുന്ന ശബ്ദം ചിരിയോ മറ്റെന്തെങ്കിലും വികാരപ്രകടനമോ എന്ന് തിരിച്ചറിഞ്ഞില്ല. എനിക്ക് മുമ്പേ ഗുരുവിന്റെ കാൽക്കൽ അർജുനൻ വീണു നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ പിന്നിൽ മുറിവിരലുമായി ഞാനും നമസ്കരിച്ചു. ഗുരു അർജുനനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അർജുന, ഇന്നിത് ചെയ്തില്ലെങ്കിൽ നാളെ തലയെടുക്കേണ്ടി വരുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു തീരും മുമ്പ് ഭീമൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് അതായിരുന്നു.